എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോയിഡ് ഇൻവെർട്ടർ AC PCB ആണ്. ഇത് E5 എന്നുള്ള എററുമായിട്ടാണ് നമുക്ക് ഈ ഒരു PCB വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് E5 എന്നുള്ളത്? ഈ ഒരു ബോർഡിനെ സംബന്ധിച്ച് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എററിനെയാണ് E5 എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മുടെ വേറൊരു ടെക്നീഷ്യൻ നോക്കിയതാണ്. പുള്ളി നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടു. പുള്ളി ചെറിയ വർക്കുകളൊക്കെ നടത്തി നോക്കി. പക്ഷേ കറക്റ്റായിട്ട് അതിൻ്റെ ഫോൾട്ട് കണ്ടുപിടിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു PCB വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇൻഡോർ ഔട്ട്ഡോർ കണക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കംപ്രസർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഒരു എറർ കോഡ് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അത് പവർ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ 24 എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, വേറൊരു അനക്കവും ഇതുവരെയൊന്നുമില്ല. ഇൻഡോർ ഫാൻ മോട്ടറൊന്നും എടുത്തിട്ട് ഓക്കെ, ഇൻഡോർ ഫാൻ മോട്ടർ കറങ്ങുന്നുണ്ട്. ഔട്ട്ഡോർ യൂണിറ്റ് ഓണാണ്. ഔട്ട്ഡോർ യൂണിറ്റിൽ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ എറർ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാൻ, ഈ ഒരു എററിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതെന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെക്കറും കൂടെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ E5 എന്നുള്ള എറർ വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ചെക്കർ കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ലൈറ്റ് മാത്രം ഇങ്ങനെ കത്തി സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ചെക്കറിൽ ഡിസ്പ്ലേയിൽ E5 എന്നുള്ള എറർ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ബ്ലിങ്ക് ചെയ്യുന്നില്ല, സ്റ്റേബിളാണ്. ഇനി അടുത്ത് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. കമ്മ്യൂണിക്കേഷൻ ഈ ബോർഡിനെ സംബന്ധിച്ച് ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഡോറും ഔട്ട്ഡോറും തമ്മിൽ ഒരു ഇൻഡോർ ആദ്യം ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും. അതിനുശേഷം അത് നമ്മൾ ഈ ഒരു ബോർഡ് ഓണാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻഡോർ അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും. അതിനുശേഷം ഈ ഔട്ട്ഡോർ യൂണിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലൈൻ എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രോസസ്സറിന് നേരെ നമ്മുടെ ഈ 2 ഒപ്റ്റോ കപ്ലർ ഉണ്ട്. ഈ 2 ഒപ്റ്റോ കപ്ലറിൽ വന്നിട്ടാണ് ഇതിന് ഒരെണ്ണം റിസീവും ഒരെണ്ണം ട്രാൻസ്മിഷനും വേണ്ടിയിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ഒപ്റ്റോ കപ്ലറിൻ്റെ 2 ലെഗിൽ നമുക്ക് എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 0.4 തൊട്ട് അങ്ങോട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയല്ല വരേണ്ടത്. ഇവിടെ വരേണ്ടത് നമുക്ക് 5 വോൾട്ട് ടു 0 അങ്ങനെയുള്ളതാണ് നമുക്ക് അവിടെ റീഡിങ് കാണിക്കേണ്ടത്. പക്ഷേ ഇവിടെ വളരെ ലോ വോൾട്ടേജാണ്. ഈ ഒരു വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടുത്തെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈന് സ്വിച്ചിങ് ആവത്തില്ല. ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അപ്പോൾ അവിടെ ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ടിരിക്കണം. അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റിൽ തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റിൽ എന്തുകൊണ്ട് അവിടെ എത്ര വോൾട്ടേജ് ഡ്രോപ്പായിട്ട് വരുന്നു എന്നുള്ള കാര്യം ആദ്യം ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇത് ഡിസ്പ്ലേക്ക് ഒന്ന് മാറ്റി വെച്ച്, ഇവിടെ ഈ ഒപ്റ്റോ കപ്ലറിൻ്റെ ഈ ഒരു ഡോട്ട്സ് കണ്ടല്ലോ, ഈ ഒരു ഡോട്ട്സ് വരുമ്പോഴത്തേക്കും ഇത് നമ്മുടെ LED സൈഡാണ്. കാഥോഡും ആനോഡും വരുന്ന LED സൈഡ്. ഇത് നമുക്ക് ഇതിൻ്റെ ട്രാൻസിസ്റ്റർ സൈഡ്. അതായത് ഈ ഒരു ഒപ്റ്റോ കപ്ലർ ട്രാൻസ്മിഷനും ഈ ഒരു ഒപ്റ്റോ കപ്ലർ റിസീവിങ്ങിനും വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു സർക്യൂട്ട് രീതി അനുസരിച്ചിട്ട് ഇതിൻ്റെ 1, 2 രണ്ടാമത്തെ പിന്ന് ഗ്രൗണ്ടും മൂന്നാമത്തെ പിന്ന് സ്വിച്ചിങ്ങുമാണ്. അല്ല, ഒന്നാമത്തെ പിന്ന് സ്വിച്ചിങ്ങും രണ്ടാമത്തെ പിന്ന് ഗ്രൗണ്ടിങ്ങുമാണ്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലിടുക. എന്നിട്ട് ഇവിടുത്തെ ഏതെങ്കിലും നമുക്ക് ഈ ഒരു
ഇതിൻ്റെ ഗ്രൗണ്ട് എന്ന് ഇതിൻ്റെ രണ്ടാമത്തെ പിന്നിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ബീപ്പ് അടിക്കുന്നുണ്ട്. രണ്ടാമത്തെ പിന്നിൽ ബീപ്പ് അടിക്കുന്നത്, അതായത് രണ്ടാമത്തെ പിന്ന് ഗ്രൗണ്ടാണ്. ഒന്നാമത്തെ പിന്നെന്ന് പറയുന്നതാണ് സ്വിച്ചിങ്. അപ്പോൾ ഈ ഒന്നാമത്തെ പിന്നെന്ന് പറയുന്നത് നേരെ ഈ ഒരു മൈക്രോ കൺട്രോളറിലോട്ട് പോകും. അതിനിടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഇതിനെ പുള്ളപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ പിന്ന് വരുന്നത് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഈ ഒരു കാലിലാണ്. ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നേരെ കയറി ഇറങ്ങി ഒരു കപ്പാസിറ്റർ അടുത്ത ഒരു റെസിസ്റ്റൻസ് ഇട്ട് ഈ 5 വോൾട്ട് പുള്ളപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പുള്ളപ്പ് ചെയ്തിരിക്കുന്നതിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ പുള്ളപ്പ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ സർക്യൂട്ട് ചെക്ക് ചെയ്തതിൽ ഇതിൽ വേറെ പുള്ളപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇത് നേരെ വരുന്നത് ഈ ഒരു മൈക്രോ കൺട്രോളറിൽ നിന്ന് നേരെ ഇവിടെ വന്ന് ഈ ഒരു റെസിസ്റ്റൻസിൽ വരും. ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 511 ആണ്. 510 ഓംസ് റെസിസ്റ്ററാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ 510 റെസിസ്റ്റൻസിൽ നിന്ന് നേരെ നമ്മുടെ ആ ഒരു ഒപ്റ്റോ കപ്ലറിൻ്റെ ഒന്നാമത്തെ ലെഗിൽ പോകുന്നു. അതിനിടയ്ക്ക് കപ്പാസിറ്ററോ പുള്ളപ്പ് റെസിസ്റ്റേഴ്സോ ഒന്നും തന്നെ ഈ ഒരു ഇതിൽ ഈ സർക്യൂട്ടിൽ കാണാനില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മൈക്രോ കൺട്രോളർ ഒന്ന് പിന്നെ കംപ്ലൈൻ്റ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഓപ്പൺ ആയിട്ടുണ്ടാവാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ റെസിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്യാം, എത്ര ഓംസ് കാണിക്കുന്നുണ്ടെന്ന്. ഓക്കെ, ഇവിടെ കറക്റ്റ് 510 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് കുഴപ്പമില്ല. മേ ബി നമ്മുടെ ഈ ഒരു പ്രോസസ്സർ കംപ്ലൈൻ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. എന്നാലും നമുക്ക് ഈ ഒപ്റ്റോ കപ്ലറും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒപ്റ്റോ കപ്ലർ കംപ്ലൈൻ്റ് ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ റീഡിങ് കാണിക്കുന്നുണ്ടല്ലോ. $48 ഓംസ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒപ്റ്റോ കപ്ലർ 48 ഓംസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല ഈ ഒരു ഇതിൽ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഒപ്റ്റോ കപ്ലറും കൂടെ അങ്ങ് അഴിച്ചെടുക്കാം. ഈ ഒപ്റ്റോ കപ്ലർ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി ആ ഒരു സൈഡിൽ എത്ര ഓംസ് കാണിക്കുന്നുണ്ട് ഒപ്റ്റോ കപ്ലറിനടുത്ത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 10 മെഗാ ഓംസിൽ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഒപ്റ്റോ കപ്ലർ കംപ്ലൈൻ്റ് ആണ്. ഈ ഒപ്റ്റോ കപ്ലർ ഷോർട്ടായിട്ടിരിക്കുകയാണ്, അതായത് ഗ്രൗണ്ടുമായിട്ട് ഷോർട്ടാണ്. അതെ, 25 ഓംസ് നമ്മുടെ ഒപ്റ്റോ കപ്ലർ പോയതാണ്. ഇവിടെ നമുക്കൊരു പുതിയൊരു ഒപ്റ്റോ കപ്ലർ ഇടാം. ഇത് നമ്മുടെ LGയിലൊക്കെ വരുന്ന ടൈപ്പ് ഒപ്റ്റോ കപ്ലറാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു ഒപ്റ്റോ കപ്ലർ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പവർ കൊടുത്ത് ഓൺ ചെയ്ത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇത് പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ലൈറ്റ്
കറക്റ്റായിട്ട് ബ്ലിങ്ക് ആവുന്നുണ്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടന്ന ഈ കംപ്രസർ സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇച്ചിരി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് F9 എന്നുള്ള എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റിൽ വയറിങ് കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് F9 എന്നുള്ള എറർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ F9 എന്നുള്ള എറർ ഞാൻ ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. F9 എറർ വരുന്നത് ഇതിൻ്റെ EEPROM എററാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ EEPROM ചിപ്പ് എറർ ഈ പ്രോസസ്സർ റീഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, EEPROM ചിപ്പിനെ ഈ പ്രോസസ്സർ റീഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ F9 എന്നുള്ള എറർ ഈ ഒരു ബോർഡിൽ വരും. അപ്പോൾ അത് ഈ EEPROM ചിപ്പ് കംപ്ലൈൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ EEPROM ചിപ്പ് അഴിച്ച് ഞാൻ പ്രോഗ്രാമിൽ കണക്ട് ചെയ്ത് നോക്കി. ഓക്കെ, ഈ EEPROM ചിപ്പ് ഓക്കെയാണ്, അങ്ങനെ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. അങ്ങനെ ഇവിടെ നിന്ന് എല്ലാം ഈ 1 by 1 ആയിട്ട് ഓരോന്ന് ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും എന്താണ്ട് ഇവിടെ R96 എന്നുള്ള ഒരു റെസിസ്റ്റൻസ്, ഇവിടെ വരുന്ന ഈ ഒരു R96 എന്നുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഇതിൻ്റെ അതായത് ഈ EEPROM ചിപ്പിൻ്റെ ക്ലോക്കിനെ 5 വോൾട്ടുമായിട്ട് പുള്ളപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസാണ് ഈ ഒരു R96 എന്നുള്ളത്. ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ ഓപ്പൺ ആയി പോകുന്നു, അതായത് ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നു. അപ്പോൾ ഇത് അഴിച്ചു വെച്ച് നോക്കിയിട്ടും ഈ ഒരു വാല്യൂ കറക്റ്റ് 10K കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വോൾട്ടേജ് ഡ്രോപ്പായി പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു 1 പോയിൻറ്റ് സംതിങ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഈ ഒരു റെസിസ്റ്റൻസ് മാറ്റിയിട്ട് അവിടെ വേറൊരു 103ൻ്റെ റെസിസ്റ്റൻസ് ഇട്ടപ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു 5 വോൾട്ടിൽ അത് റീഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എററും മാറിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബോർഡിൽ F9 എറർ വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ ഡേറ്റയും ക്ലോക്കിലും ഉള്ള ആ ഒരു പുള്ളപ്പ് റെസിസ്റ്റൻസ് ഉണ്ട്, അതുമല്ലാണ്ട് 2 1K റെസിസ്റ്റൻസും ഉണ്ട്. അതായത് R98 R97 ഈ 2 റെസിസ്റ്റൻസും, പിന്നെ വരുന്നത് R96 R95 ഈ 2 റെസിസ്റ്റൻസുമാണ് ഇതിൻ്റെ ഈ ഡേറ്റയും ക്ലോക്കിലും ആയിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ റെസിസ്റ്റൻസും ചെക്ക് ചെയ്യണം, ഈ ഒരു EEPROM ചിപ്പും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ F9 എന്നുള്ള ആ ഒരു എറർ നമുക്കിതിനകത്തുനിന്ന് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോർഡ് ഒന്ന് ഓൺ ചെയ്ത് അതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിന്ന് പവർ ഓൺ ചെയ്യണം. ഓക്കെ, ഇത് പവർ സ്വിച്ച് ഓഫാണ്. ഓക്കെ, ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റ് ഓണായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ലൈറ്റ് ഒന്ന് കത്തി ഒരെണ്ണം ബ്ലിങ്ക് ചെയ്ത് കിടക്കും. ഇപ്പം അങ്ങനെയില്ല, അത് ഈ എറർ വന്ന് കിടന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടർ എടുത്ത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കംപ്രസർ എടുത്തിട്ടുണ്ട്. കംപ്രസർ എടുത്ത് നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിതൊന്ന് പവർ ഓഫ് ചെയ്യണം. ഓക്കെ, പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. E5 എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ടാണ് നമുക്ക് ഈ ഒരു ബോർഡ് വന്നത്. പക്ഷേ അതിനകത്ത് E5 മാത്രമല്ല F9 എന്നുള്ള എററും കൂടെ നമുക്കിതിനകത്ത് പരിഹരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 2 കംപ്ലൈൻറ്റും നമ്മൾ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് അത് റെഡിയാക്കി ഈ ബോർഡ് ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷനിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.